ഇന്ന് ലോക പൊണ്ണത്തടി ദിനം. ജനങ്ങളിലെ അമിതവണ്ണ പ്രതിസന്ധി മറികടക്കാനും ആരോഗ്യകരമായ ഭാരം കൈവരിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ലോക പൊണ്ണത്തടി ദിനാചരണത്തിന്റെ ലക്ഷ്യം. അമിതവണ്ണമുള്ള ആളുകൾ ഇന്നും പരിഹാസങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പാത്രമാകാറുണ്ട്. ഉറ്റവരിൽ നിന്നുപോലും ഉണ്ടാകാറുള്ള പരോക്ഷ പരാമർശങ്ങൾ ഇത്തരം ആളുകളെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ച സംഭവങ്ങളും കുറവല്ല. എന്നാൽ ഇവരുടെ അമിതവണ്ണത്തിന് പിന്നിലെ കാരണങ്ങൾ ഭൂരിഭാഗം പേരും തിരക്കാറില്ല. ഭക്ഷണക്രമം, ജീവിതശൈലി, ജനിതക, മാനസിക, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, പാരിസ്ഥിതിക ഘടകങ്ങളുടെ സങ്കീർണ മിശ്രിതമാണ് പലരുടെയും അമിതവണ്ണത്തിന് പിന്നിലെ മൂലകാരണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 1975 ശേഷം പൊണ്ണത്തടി നിരക്കിലെ വർധനവ് 3 ഇരട്ടിയാണ്. കൗമാരക്കാരിലേക്കും കുട്ടികളിലേക്കും എത്തുമ്പോൾ നിരക്ക് 5 ഇരട്ടി വരെയും. പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ക്യാൻസർ പോലുള്ള വിവിധ സാംക്രമികേതര രോഗങ്ങളിലേക്ക് പലപ്പോഴും നയിക്കാറ് പൊണ്ണത്തടി പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഈ ആഗോള പ്രതിസന്ധിയെ മറികടക്കേണ്ടത്, അല്ലെങ്കിൽ മറികടക്കാൻ ഒത്തുചേരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. കൊഴുപ്പേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക, പഞ്ചസാരയുടെ ഉപഭോഗം കുറയ്ക്കുക, ശീതളപാനീയങ്ങൾ വർജിക്കുക, നടത്തം, കായികാഭ്യാസം പോലെയുള്ള ആരോഗ്യകരമായ ശീലങ്ങൾ പതിവാക്കുക എന്നിവയെല്ലാമാണ് പൊണ്ണത്തടി കുറയ്ക്കാനും പൊണ്ണത്തടി വരുന്നത് തടയാനുമുള്ള ചില മാർഗങ്ങൾ. എല്ലാറ്റിനുമുപരി നേരിടുന്ന ആക്ഷേപങ്ങളെ ഊർജമാക്കി മാറ്റാനും ശ്രമിക്കുക. ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്കായി നമുക്കൊറ്റക്കെട്ടായി മുന്നേറാം. പ്രസാദ് കാളിദാസൻ, ഹെൽത്ത് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.